നമ്മളെ കല്യാണം എന്നെല്ലാം പറഞ്ഞിട്ടല്ല, ഈ ദൈവനിശ്ചയം എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹായ്, ഇത് മക്കളില്ലേ, ഇതാ ഞാനും ശ്രുതിയും മാത്രമാണ്. പിന്നെ ഇന്നുണ്ടല്ല ഒരു വിശേഷ ദിവസമാണ് നമുക്ക്, അല്ലേ ശ്രുതി? മമ്മീന്റെ പറഞ്ഞേട്ടാ, ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള വാളത്തമ്പലത്തിൽ പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു തേങ്ങ ഉടക്കൽ പരിപാടിയെല്ലാം ഉണ്ട്. അല്ല, എല്ലാ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അതാണ് ഒരു നല്ലൊരു വഴിപാടാണ്, നല്ല രസമാണ് തേങ്ങയെല്ലാം ഭയങ്കര പൊട്ടിക്കല്. മക്കളില്ലാത്തോണ്ടുള്ള പ്രശ്നം, മക്കളില്ലാത്തോണ്ട് അതിന് ഒരു രസമില്ല. മക്കളുടെ ഭയങ്കര രസമാണ് ഈ തേങ്ങ അറിയില്ലല്ല. മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആദ്യം എറിഞ്ഞാൽ പൊട്ടൂല, രണ്ടാമത് എടുത്ത് തന്നെ വലിയ വാശിയാവും. അച്ചോട്ടിന്റെ ഏറെ അടിപൊളിയല്ലേ. അപ്പൊ ഇന്ന് മക്കളില്ല, നമ്മൾ മാത്രമേ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞല്ല, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാതെ ഇരിക്കുന്നല്ലേ ശ്രുതി? എന്നാ പിന്നെ നമുക്ക് വിടാം ശ്രുതി. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പിട്ടാണ് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഷോപ്പ് ഇതാ. ഇന്ന് ഷോപ്പിൽ പോയിട്ടില്ല നമ്മളല്ലേ ശ്രുതി? നമ്മള് ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് പോകുന്നിരിക്കുന്നു. ഷോപ്പിൽ സ്റ്റാഫെല്ലാം ഉണ്ട് കേട്ടാ. എല്ലാരും നമ്മളെ നോക്കുന്നുണ്ടല്ലോ, നമ്മളെ വണ്ടി കണ്ടു തോന്നുന്നു. അപ്പൊ നമ്മളെ സുന്ദരമായ കമ്പിൽ ടൗൺ ആണ്. ഒരുപാട് ഷോപ്പുണ്ട്, നീട്ടത്തിലുള്ള ടൗൺ ആണ്. കമ്പിലില്ലാത്തതായി ഒന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റൽ മുതൽ സ്കൂള് മുതൽ എല്ലാ സംഗതിയും കൂടിയുണ്ട്. പിന്നെ ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂള്. അടുത്ത അപ്പൊ സ്കൂള്, ഹോസ്പിറ്റല്, അമ്പലം, പള്ളി എല്ലാ സംഗതിയും ഉണ്ട്. പിന്നെ നമ്മുടെ നാടിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അറിയുക, ഇവിടുത്തെ നാട്ടുകാരായിട്ടാണ്. ഒരു കുഴപ്പമില്ല, കച്ചറിയില്ല, ഡീസന്റ് മനുഷ്യന്മാരാണ്. എല്ലാവരും നല്ല ഐക്യത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കമ്പിൾ ടൗൺ. ഇവിടെ അങ്ങനെ കുഴപ്പമോ വഴക്കോ അടിപിടി, അങ്ങനെ പാർട്ടി കുഴപ്പങ്ങൾ, രാഷ്ട്രീയ കലാപങ്ങൾ, അങ്ങനത്തെ ഒരു പരിപാടിയും അല്ലെ നമ്മളെ നാട്ടിലില്ല എന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വീഡിയോ കാണുന്നവർ ദൂരത്തു നിന്നെല്ലാം കാണുന്നുണ്ടെങ്കിലല്ല, നിങ്ങൾ ഏതോ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ പുതിയ വീടെടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കമ്പനിയിൽ ചുറ്റോട്ടത്ത് നിങ്ങൾ വന്നെടുത്താണ്ടല്ല, ഒന്നും ചിന്തിക്കണ്ട. എല്ലാ സംഗതിയും ഉണ്ട്. ഒരു ചെറിയ ടൗണാണ്. എല്ലാം ഒരു ടാക്കീസ് മാത്രമേ ഇല്ലാണ്ടുള്ളൂ, ബാക്കിയല്ലോ. പിന്നെ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം പോയ കണ്ണൂർ ടൗണിലെത്തി. അവിടെ എന്താ വേണ്ടച്ച എല്ലാ സംഗതി ആടെയുണ്ട്. പിന്നെ നമ്മളവിടെ അല്ലെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കണ്ണൂർ പോയിട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെയാണ്, നമ്മളെ കമ്പനിയാണ് നമ്മൾ. കാരണം നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇപ്പോൾ. 14 വർഷം എന്താ പറയണ്ടേ, ഒരുപാട് മാറ്റങ്ങൾ വെച്ചാല് നമുക്ക് 3 മക്കളായി എന്നുള്ളതാണ് വലിയൊരു മാറ്റം അല്ലേ, സന്തോഷമുള്ളൊരു വലിയൊരു മാറ്റം. ബാക്കി എല്ലാം പണ്ടത്തെ പോലെ തന്നെ ലസതി. പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ആരെല്ലാം ചോദിച്ചു, നിങ്ങളെ കല്യാണം എങ്ങനെയാണ്, ലവ് ആണോ മറ്റേതാണല്ലോ ചോദിച്ചിരുന്ന. അപ്പോ നമ്മളെ കല്യാണം സത്യം പറഞ്ഞിട്ടല്ല, ലവ് മാരേജും അല്ല, എന്നാലോ അറേഞ്ച് മാരേജും ആണ്, എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ കല്യാണം എന്നെല്ലാം പറഞ്ഞിട്ടല്ല, ഈ ദൈവനിശ്ചയം എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഈ സ്റ്റോറി നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും, ഞാൻ ഈ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് ആവും. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രുതിനെ കാണുന്നത് നമ്മളൊരു യാത്ര പോകുമ്പോൾ അതല്ലേ, നമ്മളെ പാർത്താട്ടന്റെ കൂടെ ഒരു തീർത്ഥയാത്ര, അമ്പലങ്ങളാണ് യാത്ര. ഞാൻ സിംഗിളായിട്ട് യാത്ര ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ചങ്ങായിമാർ സുഹൃത്തുക്കളായിട്ട് ഞാൻ സിംഗിളായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയണ്ടേ, അതിന് മുമ്പ് എനിക്കൊന്നൊരു 6 മാസം മുമ്പ്, ഞാൻ ഈ യാത്രേൻ്റെ 6 മാസം മുമ്പ് ഞാൻ ശ്രുതിൻ്റെ അച്ഛനായിട്ട് ഫോണിലൊരിക്കൽ ബന്ധപ്പെട്ടിരുന്നു. അന്ന് ശ്രുതിനെയാണ് ഈ ശ്രുതിയാണെന്ന് അറിയില്ലേ. അതായത് എൻ്റെ കൂടെയുള്ളവരിൽ എന്നെക്കാട്ടി പ്രായമുള്ളവരാണ്. അപ്പോൾ എൻ്റെ 29ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം. അപ്പോൾ ഈ പ്രായമുള്ളവരായതുകൊണ്ട് അവരിൽ കല്യാണം കഴിച്ച് സെറ്റിലായേ. അപ്പോൾ 29 വയസ്സിൽ എനക്കും കെട്ടണം എന്നുള്ള രീതിയിൽ വീട്ടിൽ ഞാൻ അങ്ങോട്ട് വന്ന് എനിക്ക് കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പെണ്ണ് കാണാൻ ഇറങ്ങിയേ. അപ്പോൾ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകണ്ടേ. അപ്പോൾ നമ്മളവിടെ ഒരു ബ്രോക്കർ ഉണ്ട്. അപ്പോൾ ആടെ എത്തിയപ്പോൾ ഉണ്ട്, ഫസ്റ്റ് ആദ്യമായിട്ട് പോയപ്പോൾ ബ്രോക്കറെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു. നോക്കുമ്പോൾ അത് ശ്രുതിൻ്റെ ഫോട്ടോ ആണ്. ഞാൻ സത്യം പറഞ്ഞ ഫോട്ടോത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ആ ഫോട്ടോയിലുണ്ടല്ലോ ഇവിടെ ഒരുമാതിരി ചൈനക്കാരിനെ പോലെ ഒരു ഗുണമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. എന്നാലും പിന്നെ എന്നൊരു വയസ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിനി. കാരണം എനിക്ക് 29 വയസ്സാണ്. അപ്പോൾ ശ്രുതിക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ബ്രോക്കറോട് ചോദിച്ച് ഞാൻ പെണ്ണിൻ്റെ അച്ഛനെ വിളിക്കുന്ന നമ്പർ വാങ്ങി. പയ്യ ചെക്കൻ്റെ കാരണവർ എന്നിട്ട് ഞാൻ തന്നെ വിളിച്ച്. കാരണം ആ സമയത്ത് പെണ്ണ് ആരും ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ തന്നെ പോയിട്ട് അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ചെക്കൻ്റെ ആൾ വന്നിട്ട് ഞാൻ തന്നെ എടുത്ത് വിളിച്ചാണ്. ഞാൻ ചെക്കൻ്റെ കാരണവറാന്ന് പറഞ്ഞിട്ട്
വിളിച്ചപ്പോൾ ഇവിടെ അച്ഛനാണ് ഫോൺ എടുത്തത്. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ കമ്പനിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അവളെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പണി അതെല്ലാം അറിഞ്ഞ് കമ്പനിന്നാണ് വിളിക്കുന്നതും പറഞ്ഞു. അച്ഛൻ വേഗം ചോദിച്ചാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജ്വല്ലറിയാണ്. പിന്നെ വയസ്സെത്ര ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ 29 വയസ്സ്. അപ്പാടെ ഇവളച്ഛൻ പറഞ്ഞു അയ്യോ 29 വയസ്സല്ലേ, വയസ്സധികമല്ലേ, അതുകൊണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സംഗതി കട്ടാക്കി ആടെ തീർന്നു കേട്ടാ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ട് കണ്ടിട്ടില്ല, ഇവളെ ഫോട്ടോ കണ്ട് ഇവളെ അച്ഛനെ വിളിച്ചേ. ഇത് സ്റ്റോറിന്റെ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ, പിന്നെ പെണ്ണന്വേഷണമായിരുന്നു. ഒരു 10-100 ഞാനീ പറഞ്ഞല്ലോ എന്നൊരു കാറുണ്ട്, എനിക്കൊരു ആൾട്ടോ കാറുണ്ട്. ഇതും എടുത്തിട്ട് നമ്മളൊരു മൂത്തപ്പനുണ്ട്, മൂത്തപ്പനെയും കൂട്ടി ഞാനൊരു പോക്കാണ്. ഓരോ വഴിക്ക് തലശ്ശേരി പോകുമ്പോ മട്ടന്നൂർ പോവും, അങ്ങനെ കൂത്തുപറമ്പ് സകല സ്ഥലം, കോഴിക്കോട് വടകര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 100 ഞാൻ പെണ്ണുണ്ട്. അതൊന്നും കേട്ടിട്ട് എനക്ക് ഒന്നും അങ്ങ് സെറ്റാവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ 1-2 എനിക്ക് ഏതാണ്ട് ഓക്കെ ആയിനി. പക്ഷെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തോണ്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് കുടിക്കില്ല, അവർ കുടിക്കുമ്പോൾ എനിക്ക് കുടിക്കില്ല. അങ്ങനെ കാരണം ഒരുപാട് പെണ്ണ് കണ്ട് മടുത്ത് അവസാനം ഉണ്ടല്ല ഒരു വിഷുവിന്റെ സമയം അല്ല ഞങ്ങൾ ടൂറിൽ പോയ വിഷു അല്ലേ, വിഷു ഓണമെന്ന് ഓർമ്മയില്ല, വെക്കേഷൻ സമയത്ത് നമ്മളെ ചങ്ങാതിമാര് കംപ്ലീറ്റ് ഭാര്യമാരെയും കൂട്ടിയിട്ട് ഇവർ ടൂർ പോയി, എല്ലാവരും ഒരുമിച്ചേ. ഇപ്പൊ ബാച്ചലർ ആയതുകൊണ്ട് ഈ കള്ളന്മാർ തന്നെ കൂട്ടിയിട്ടില്ല. ഞാൻ ആകെ നിരാശൻ, ഒറ്റക്കായി. ഞാൻ എനിക്ക് 5-6 ചങ്ങാതിമാരുണ്ടേ, ഇവരെല്ലാം കല്യാണം കഴിച്ചിന്, എന്നെ കൂട്ടാണ്ട് പോയേ. ഞാൻ ആകെ നിരാശയായപ്പോൾ പെട്ടെന്ന് നമ്മളൊരു തീർത്ഥയാത്ര മറ്റൊരു നോട്ടീസാണ് കിട്ടുന്നത്. കണ്ട വാടകയിലെ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്മളെ കമ്പത്തിലുള്ള പാർത്താട്ട, ഞാൻ പറഞ്ഞു പാർത്താട്ട എനിക്ക് നിങ്ങളെ കൂടെ വരണമെന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു വേറെ ആരും എൻ്റെ ചങ്ങായിമാരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആരുമില്ല, ഒരു തെണ്ടിയില്ല, ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞ് സങ്കടത്തിൽ സത്യം പറഞ്ഞ വളരെ നിരാശയിൽ ഞാൻ ബസ്സിൽ എനിക്ക് നടുക്കുള്ള സീറ്റ് വേണം, അത് നമുക്ക് കുലുക്കം കുറച്ച് ചെയ്യുമല്ലോ നടുക്ക്, പിന്നെ ആ ജനലിന്റെ സൈഡിൽ ഒരു സീറ്റ് വേണം, ഉണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. ശരി, ഞാൻ ഏകനായകനായി ബാഗും തൂക്കി ബസ് കയറി കുത്തിരുന്നു. സത്യം പറയല്ല, ഒരു വല്ലാത്തൊരു മൂഡിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. ബസ്സിലിരിക്കുമ്പോൾ ഒരുപാട് ആൾ കയറുന്നുണ്ട്, ഞാൻ ആരെയും നോക്കുന്നില്ല. ഞാനിങ്ങനെ പെണ്ണ് കെട്ടാത്ത വിഷമം എല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് മോനെ അതാ വരുന്നൊരു ഫാമിലി. ഒരു പ്രായമുള്ള ഒരു താടി വെച്ച ഒരാള്, പിന്നെ വേറൊരു വല്ല ആള്, അത് ഇവളെ മൂത്തപ്പനാണ്. ബാക്കിലുണ്ട് നമ്മളെ കുഞ്ഞി മോള്, ചെറിയൊരു സാധനം കയറി വരുന്നേ. ഫസ്റ്റ് കാണുമ്പോ എനക്കെന്നാ തോന്നിയ വസതി നിന്നോട് ഇവളോട് ഞാൻ കാര്യം ഇതൊരു പറഞ്ഞില്ലേ, ഒരു ചൈനക്കാരി കയറി ഒരു പോലെ തന്നെ ഫസ്റ്റ് കണ്ണലിടുങ്ങിട്ട് ഒരു പെണ്ണ്. പക്ഷെ നല്ല വെള്ള കുപ്പായ, വെള്ള മാലാകനെ പോലത്തെ കുപ്പായിലിട്ടുണ്ട്, ഒരുത്തിണ്ട് കയറി വരുന്നു. നോക്കുമ്പോ എന്റെ സൈഡിൽ വന്ന് ഇരുന്നേ, ഞാൻ ആകെ നിരാശയിലല്ലേ. പിന്നെ ഇവളെ കാണുമ്പോ കട്ടണ്ട നേരെ സീറ്റില്ല, അതായത് റൈറ്റ് സൈഡ് 3 സീറ്റ്, ലെഫ്റ്റ് സൈഡ് 2 സീറ്റിലാണ് ഞാനിരിക്കുന്നത്. അപ്പൊ ഇവരെ ഫാമിലി കംപ്ലീറ്റ് വന്നിട്ട് ആ റൈറ്റ് സൈഡ് സീറ്റിൽ വന്ന് വരിയായിട്ട് ഇരുന്ന്, ശ്രുതി അതിന്റെ നടുക്ക്, അച്ഛൻ്റെ അമ്മേന്റെ കുഞ്ഞുമോൾ അവിടെ വന്നിരുന്ന്, ശ്രുതിന്റെ മൂത്തപ്പൻ എന്റെ റൈറ്റ് സൈഡും വന്നിരുന്നു. അപ്പോ യാത്രയിൽ മൂത്തപ്പനാണ് കമ്പനി. ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കി, സത്യം പറയല് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആകെ ഒരു ടെൻഷൻ ലെവലിൽ ഇരിക്കുന്നു, ഞാൻ കണ്ടങ്ങനെ. പിന്നെ ഇവളെ മൂത്തപ്പനടുത്തുള്ള നമ്മൾ യാത്ര തുറന്നെടുക്കുമ്പോൾ ഞാൻ ഇവളെ ഇങ്ങനെ കാണും, സീറ്റിലിരുന്ന് കാണുന്നില്ല, കണ്ടോണ്ടിരിക്കുമ്പോൾ പിന്നെന്താണെന്നറിയില്ല ഇവക്കുണ്ട് സ്റ്റൈല് കൂടി വരുന്നത്. അപ്പൊ ഇവളെ എന്നെയും നോക്കും. അപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിയ വേണ്ടി ഞാനൊരു ദിവസം എനിക്ക് കുറച്ച് ഇഷ്ടം വന്നേ, യാത്രയിൽ ഒരു ഇഷ്ടം വന്നപ്പോ ഫസ്റ്റ് ഞാൻ ചോദിച്ചതിനോട് ചോദ്യം എന്ന് ഓർമ്മയുണ്ടോ സുധി? നമ്മളുടെ വാർപ്പിന്റെ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മോളിന്ന് ഞാൻ ഇവളെ നല്ല അടുത്ത് വരും, ഞാൻ ചോദിച്ചു എന്താ പേര് വെച്ച്, ശ്രുതി എന്ന് പേര് പറഞ്ഞേ. പിന്നെ ചോദിച്ചെന്നറിയാ എന്താ നക്ഷത്രം എന്ന്, എട്ടുപിടി അതാ ചോദിച്ചത്. കാരണം എന്താ അറിയാ, എന്റെ ആയില് നക്ഷത്രം, അത് എനിക്ക് 7 ചൊവ്വയുണ്ടേ. അപ്പോ അല്ല എനിക്ക് 8 ചൊവ്വ. അപ്പൊ 8 ചൊവ്വ ആയതുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ലേ. അപ്പൊ എല്ലാടിക്കും മുമ്പ് 8 ചൊവ്വയാണ് എനിക്ക് പെണ്ണ് കിട്ടാത്ത. അതുകൊണ്ട് ഇവളെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബേം പോയിച്ച നക്ഷത്രം ചോദിച്ചോട് എന്ത് ചെയ്ത്, ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ എനിക്ക് പറ്റുന്ന നക്ഷത്രം ഒന്ന് ബേ നോക്കുന്നുണ്ട്. ആ അമ്മ പറഞ്ഞു മോനെ ഇത് പറ്റൂല. ഇവളെ മുമ്പ് തന്നെ ഞാൻ വിളിക്കുന്നത്, ഇവള് കുറച്ച് സൈഡിൽ ഞാൻ നടന്ന് വിളിച്ചപ്പം പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ആകെ നിരാശനായി. അപ്പൊ ഇതും നടക്കൂല, വെറുതെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മളത് യാത്ര അല്ലേ, 5 ദിവസത്തെ യാത്രയാണ്. പക്ഷെങ്കിൽ 5 ദിവസം സത്യം പറഞ്ഞാൽ ഇവളെ നോക്കും, ഇവളെന്നെ നോക്കും, ചിരിക്കും. ലവ് ഒന്നുമില്ലല്ലേ സുധി? ഇവക്ക് അങ്ങനെയൊന്നുമില്ല. ഇവളേതായാലും ആടിരുന്ന് ബോറടിക്കും, മരണ നോക്കും. 19 വയസ്സിലെ കുഞ്ഞിക്കുട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോ കൂട്ടിട്ട് വന്നത് അച്ഛനമ്മയും കൂടി ടൂറ്, ഏതാ തീർത്ഥയാത്ര എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല തീർത്ഥയാത്ര, നിങ്ങള് അങ്ങനെ അതിന്റെ എന്നോട് തീർത്ഥയാത്ര പോവാ. ഞാൻ
തീർത്ഥയാത്ര നിങ്ങൾ പോയിക്കോ. അങ്ങനെയാണ് ശ്രുതി കണിഞ്ഞു കേട്ടാ. എന്നിട്ട് പറഞ്ഞു അപ്പൊ വീട്ടില് ഞാനും അച്ഛനും അനിയനും അല്ലേ ഉള്ളൂ, അച്ഛനും അമ്മയും അനിയനല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ മാത്രം അവിടെ വീട്ടിൽ ഒറ്റക്ക് നിൽക്കയില്ലല്ലോ, അങ്ങനെ കേറി പോയതാ. അങ്ങനെ എന്റെ കയ്യിൽ പെട്ടു. പക്ഷെ നമ്മൾ 5 ദിവസത്തെ യാത്ര ഭയങ്കര രസമായിരുന്നു അല്ലേ? ആ യാത്രയില് ഈ മൈക്ക് കുടിച്ച് സംസാരം ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുമ്പോ നിന്റെ അമ്മയോട് ഓർമ്മയുണ്ടാ? ഞാൻ ഫസ്റ്റ് എന്നെ പരിചയം ബൈജു, എന്റെ ഞാൻ എന്റെ ചങ്ങാതിമാരൊക്കെ ടൂർ പോയി, അതുകൊണ്ട് അവർ കല്യാണം കഴിച്ചു പോയി. എനിക്ക് കല്യാണം കഴിക്കാത്തോണ്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഈ യാത്രക്ക് വരുന്നത്, ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഇവള് ഫസ്റ്റ് കയറുവാണ്, തൊട്ട സൈഡ് തോന്നി പാവം ബൈജോട്ടെ, അമ്മേ ബൈജോട്ടെ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കരുത് പറഞ്ഞിരുന്നാ. നമ്മളതേ കാസ്റ്റോ എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു പെണ്ണിന്റെ കാണിച്ചു കൊടുക്കട്ടെ, പാവം ബൈജോട്ടെ പറയുന്ന എനക്ക് ഇങ്ങനെ അപ്പൊ അല്ല കഥയിലേക്ക് വരെ. അപ്പൊ ഇതിന് ട്വിസ്റ്റ് തരുവാ, ഇവളെ കണ്ട് സത്യം പറയല്ല മനസ്സിൽ ഞാനങ്ങ് ഉറപ്പിച്ച് ഇനി ഇവളെ തന്നെയാണ്. കാരണം 5 ദിവസമാണ് എന്റെ സൈഡിൽ തന്നെ. അപ്പോ ഇവള് മൂത്തപ്പൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് കാഷ്വൽ സംസാരം. അപ്പോൾ ഓർ എന്നെ ഏതാണ്ട് പഠിച്ചു, ഓർ നല്ല സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പറ്റി ഏതാണ്ടല്ലോ ഓർക്കൊരു ധാരണയായി. കാരണം എന്റെ ചിന്താഗതി എന്താണെന്ന് കാര്യം, അപ്പം മനസ്സിൽ നന്മയുള്ളൊരു വ്യക്തിയാന്നുള്ളതല്ലോ ഓർക്ക് ഏതാണ്ട് തിരിഞ്ഞ് നല്ല പെരുമാറ്റം, നല്ല സ്വീകരണം ഒക്കെ. എന്നാലും ഞാൻ ഈ മൂത്തപ്പനോട് ഇറങ്ങുന്നവരാ ഈ ഒരു കാര്യം പറഞ്ഞില്ല. എങ്ങനെ ശ്രുതിനെ എനിക്ക് താല്പര്യമായിട്ട് പെണ്ണ് പഠിക്കാൻ ചോദിക്കാന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ അതിന് ശേഷം ചോദിക്കാന്നുള്ളായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെങ്കിൽ അതിൽ ട്വിസ്റ്റ് ഏതാന്ന് വെച്ചാല് ലാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവളച്ഛനായിട്ടില്ല നമ്മൾ കമ്പനി അല്ലേ. അച്ഛനുണ്ടായിരുന്നു, അനിയൻ കുഞ്ഞനിയനായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ കമ്പനിയായി ലോകിയായി. അവസാനം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവളച്ഛനോട് ചെടി സ്ഥലം എന്ന് മറ്റെല്ലാം ചോദിച്ചപ്പാന്ന് പറയുന്നത് ഇങ്ങനെ അഴീക്കൂടാന്ന്, ഞാൻ വർക്ക്ഷോപ്പിന്റെ പണിക്കില്ലാന്ന് പറഞ്ഞപ്പോ കണക്ക് ഓടി. ഏത് ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുമ്പോൾ വിളിച്ച ആള് ഇവളച്ഛനാന്ന്. എന്നാലും എനിക്ക് തിരാ ബസ്സെന്ന് ഞാൻ എന്നാലും ഇവളെ അച്ഛനോട് പറയുകയും ചെയ്തു. ഞാനന്ന് വിളിച്ചിട്ടായിരുന്നു മോളെ പെണ്ണന്വേഷിച്ചെടുത്ത്. അപ്പൊ വയസ്സിന്റെ ഇതായതുകൊണ്ട് അത് ഒന്ന് പറഞ്ഞിരുന്നു. ഓ നീ ആയിരുന്നു ആ ബൈജു വരുന്നല്ലേ ആള്, അതല്ലേ ഏതെല്ലാം പറഞ്ഞ് ചിരിച്ച് നമ്മളങ്ങ് വിട്ടപ്പം അല്ലേ. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട. അമ്പലത്തിന്റെ ഉള്ളിലെല്ലാം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഏതെല്ലാം അമ്പലത്തിൽ നമ്മൾ തട്ടിമുട്ടിയിട്ടാ പോവുക. അപ്പോൾ എടുത്ത് ഒരു അമ്പലത്തിൽ ഒരു കുറി തന്നിട്ടാണ്. അപ്പൊ കുറി തന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് നീ വെച്ചതുകൊണ്ട് എനിക്ക് തന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്. അതൊരു ഗുഹവലത്തെ അമ്പലം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇവളെ അടുത്തടുത്ത് മുട്ടിമുട്ടിയിട്ട് അമ്പലത്തിൽ. ഞാനാണെങ്കിലോ കണ്ണും ചെമ്മി ഇവിടെ ഭാര്യയായിട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കില്ല. നിങ്ങൾ കണ്ണും ചെമ്മി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും കുറി എടുക്കും. അപ്പൊ ഞാൻ ഇവളെ അടുത്തെടുത്ത മുട്ടിമുട്ടിയിട്ടാ ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ കെട്ടാൻ പറ്റണേ എന്നിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ടാണ് നിന്ന് കുരിയാന്ന് ശ്രുതിനെ ഏൽപ്പിച്ചിനെ. ഇവള് പിന്നെ അന്നേരം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഭയങ്കര സംഭവം. എന്നിട്ട് അന്ന് തന്നെ നമ്മൾ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ മൊബൈലുണ്ടല്ലോ, ഞാനിപ്പോൾ ശ്രുതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിനി. ഫോട്ടോ എടുത്തപ്പോൾ അനക്ക് പിന്നെ ഉണ്ടല്ലോ ശ്രുതി ഒക്കെ തോന്നിയെന്നറിയുക. ഞാനെന്തിനാ അപ്പം ഇങ്ങനെ കാണാണ്ട് ഫോട്ടോ എടുക്കുന്നു. അവളത് മുമ്പ് തന്നെ എടുക്കാമല്ല, എന്തായാലും കല്യാണം കഴിക്കും, എന്തായാലും ഫോട്ടോ കിട്ടുമല്ല. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി. ഞാൻ എടുത്ത ഫോട്ടോ ശ്രുതി അറിയാണ്ട് ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം എനിക്ക് ഉറപ്പായി ഇത് കെട്ടണം എന്ന് തന്നെ ഉറപ്പിച്ചത്. അപ്പം ഇങ്ങനെ കാണാണ്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കെട്ടുന്ന പെണ്ണല്ലേ നേരിട്ട് എടുക്കാൻ. എന്നിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി. എന്നിട്ട് നാട്ടിൽ വന്നേ. പിന്നെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായി. കാരണം ഇവളെ 4 ദിവസം കണ്ടുകൊണ്ട് പിന്നെ കാണാണ്ട് വല്ലാത്തൊരവസ്ഥ. പിന്നെ എനിക്ക് ഇവളെ സ്ഥലേടിയാന്ന് എന്താണെന്നെല്ലാം നോക്കണോ, ഇനി അവിടെ പോകണ്ടേന്നെല്ലാം ആകെ ഒരു വല്ലാത്തൊരു സംഗതിയായപ്പോൾ ഞാൻ നമ്മളെ ടൂറ് പോയ നമ്മളെ കൊണ്ടുവരുത്ത നമ്മളെ പാർത്താട്ടുണ്ട്. ഓരോട് ഞാൻ പറഞ്ഞു പിന്നെ ഭർത്താട്ട എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾ കുട്ടീൻ്റെ മൂത്തപ്പനായിട്ട് അച്ഛനായിട്ട് സംസാരിക്കാൻ ചോദിച്ചു. വാർത്താട്ടം വേഗം പോയി, ഇവിടെ മൂത്തപ്പനാണ്. അപ്പം മൂത്തപ്പന് എന്നെ ഒരു നോ പറയാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ 5 ദിവസം സംസാരം ലോകത്തുള്ള സകലപ്പറ്റി ചർച്ച ചെയ്ത് ഇവിടെ മൂത്തപ്പനായിട്ട്. മൂത്തപ്പ കേട്ടോളൂ അതിനെന്താ പറ്റു, ഞാൻ പ്രപ്പോസൽ ചെയ്യലോ ഇവിടെ ശ്രുതിൻ്റെ അച്ഛനായിട്ട് സംസാരിക്കുക. അപ്പോൾ അനിയനാന്ന് മൂത്തപ്പൻ്റെ അനിയാണല്ലോ അച്ഛൻ. സുരേന്ദ്രനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് മറ്റേ അങ്ങനെ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം പ്രായത്തിന്റെ പ്രശ്നം വീണ്ടും വന്നു. പക്ഷേങ്കിലോ മൂത്തപ്പൻ കാര്യമായിട്ട് പറഞ്ഞു അവൻ നല്ല ചെക്കനാണ്, നല്ല ആൺകുട്ടിയാണ്, നല്ല പെരുമാറ്റാന്നൊക്കെ പറഞ്ഞ്, പിന്നെ നല്ല സ്വഭാവം നല്ല പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിയോട് ഇപ്പോഴേ കല്യാണം വേണ്ട നല്ല ശ്രുതി. അങ്ങനെ ആയില്ലേ ശ്രുതി. അവസാനം എന്നോട് മൂത്തപ്പൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് കാണുമെന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ ആദ്യം പിന്നെ അതിനുശേഷം വീട്ടിൽ പോകുമ്പോണ്ടല്ല ശ്രുതി എന്നാ ചെയ്യുന്നറിയുക. ശ്രുതി നല്ല വെള്ളക്കുപ്പായിലിട്ടിട്ട് വളപ്പെന്ന് അണ്ടി വെറുക്കുന്നു. അന്നെ കണ്ടോട് ശ്രുതി ഒരു ചിരി, ജസ്റ്റ് ഒരു ചിരി ഉള്ളിലേക്കാൻ കയറി പോയി. ഞാൻ പിന്നെ ഉള്ളിൽ കയറി. പിന്നെ നീ ചായ കുടിച്ചോ? അന്ന് ഇല്ല. അങ്ങനെ
അവിടെ ഇരുന്ന് കുറേ സംസാരിച്ച്, അമ്മയായിട്ട് സംസാരിച്ച്, ഇവളായിട്ട് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ച് നമ്മളവിടെ ഇറങ്ങി. പിന്നെ അതിന്റെ കാര്യത്തിലേക്ക് അങ്ങനെ വന്നല്ലേ, ബ്രോക്കർ ബേസിൽ നമ്മളൊരു ബ്രോക്കർ ഉണ്ട്, നോറ മധ്യസ്ഥനാക്കി അങ്ങനെ സംസാരിച്ച് അങ്ങനെ 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 ലാസ്റ്റ് കല്യാണം ആയല്ലേ സുധി? ആ, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ദൈവനിയോഗം പോലെ. കാരണം ഞാൻ ഫസ്റ്റ് കണ്ട കുട്ടി ശ്രുതിയായിരുന്നു. ഫോട്ടോ ആദ്യമായിട്ട് പെണ്ണാണ് ഇറങ്ങിയിട്ട് വിളിച്ചത് ശ്രുതിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ ലാസ്റ്റ് 100 പെണ്ണെടുത്തോ അവസാനം കെട്ടിയത് ശ്രുതിനെ. അപ്പം എന്തായി, ഇതൊരു ദൈവനിയോഗം എനിക്ക് തോന്നി. കാരണം നീ എന്റെ കഴുത്തിൽ തന്നെ ആവേണ്ട ആളാന്നുള്ളത് സംശയമില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോ ഞാൻ പറഞ്ഞ ഇതില് ലവും ഇല്ല, എന്നാലോ ചെറിയൊരു ഇഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടേക്ക്. അതുപോലെ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയില്ല ശ്രുതി ചെറുങ്ങനെ ശ്രുതി അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അതുകൊണ്ട് പഠിപ്പ് കാര്യമല്ലേ ശ്രുതി? ആ, ശ്രുതി നല്ല കുട്ടിയായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്താണ്. ആ, പഠിച്ചെല്ലാം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന പോലെ ജോലിയെല്ലാം നേടി ഇതൊക്കെയായിരുന്നു എന്റെ പ്ലാൻ. പിന്നെ നമ്മളെ ആ ഒരു കളിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിലായിരുന്നു. ശരിയാവില്ലല്ലോ. പക്ഷെ യാത്രക്കിടയില് ഇവള് എന്നെ നോക്കും, ഞാൻ ഇവള് നോക്കേ, അങ്ങനെ നോക്കി വെറുതെ നോക്കി കഴിഞ്ഞതാണ് ശ്രുതി. തല തമാശക്കായാലും ഇവള് നോക്കും, ഞാനും നോക്കും, ചിരിക്കും, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കും, സംസാരിക്കും, ഇങ്ങനെ ആക്ഷനെ കാണിക്കണം. എന്റെ നേരെ അപ്പുറത്തെ സീറ്റിലാന്നുള്ള ആളുള്ളേ. അപ്പൊ ഇങ്ങനെ ഒരു നോട്ടം അങ്ങോട്ടേക്ക് കൊടുക്കാല്ല. ആ നോട്ടം അവസാനം ഈ രീതിയിലായിരുന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളെ ഐതിഹാസികമായ നമ്മുടെ കല്യാണ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് ആൾ ചോദിച്ചല്ലോ പിന്നെ അറേഞ്ച് മാരേജും ലവ് മാരേജും. അപ്പോ ഏതാണ്ട് കാര്യം മനസ്സിലായല്ല. നമ്മളത് അത്യാവശ്യമല്ല, എന്നാലും ശ്രുതിക്ക് ചെറിയൊരു സ്റ്റഡി ഉണ്ടായിരുന്നല്ലോ ശ്രുതിയാ. ആദ്യം രണ്ടാമത് ബസ് എന്നെല്ലാം കാണുമ്പോ ചെറിയൊരു നോട്ടം കളിയെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ടൂർ പോയിരുന്ന ഒരു ശങ്കലും വാങ്ങി. ഓ, നിന്റെ തലയിലൂടെ ശങ്ക് എന്തെല്ലാം വാങ്ങൂലേ. നമ്മള് ഒരുപാട് കറങ്ങിയിട്ട് ശരിക്കും കേട്ടോ രണ്ടാളും. അമ്പലങ്ങളും കാര്യം എല്ലാം വെച്ചാൽ ചുറ്റലായിരുന്നു നമ്മള്. പക്ഷെ ഇതിന്റെ തെറ്റും ഒരു സത്യം ഉണ്ടെന്നറിയുവാ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇടക്കണ്ടോട്ട് ജസ്റ്റ് നോക്കുന്ന ഉണ്ടെങ്കിലുണ്ടല്ല, ഞാൻ എവിടെ പോന്നോ അയാളെ എന്റെ ബാക്കിലെല്ലാം ഇവളുണ്ടാവും. ഞാൻ ഇവളെന്നാ എന്റെ ബാക്കിലായിരുന്നു. അതെന്ത് അത്ഭുതമായിരുന്നേ. അത്ഭുതമല്ല, അന്നേ ഇവളെന്നെ വലയിടെ നോക്കിയിരുന്നു. ബസ്സിൽ പല വഴിക്ക് പോകുന്നുണ്ടെങ്കിലല്ല, ഇവളെ എങ്ങനെയാ നോക്കിയാലും എന്റെ സൈഡിലുണ്ടോ അല്ല എന്റെ അടുത്തുണ്ട് എടിങ്ങായിട്ടുണ്ടാവും. അത് ഭയങ്കര അത്ഭുതമായിരുന്നേ. അപ്പൊ എനിക്ക് തോന്നി ഇവക്ക് എന്നോട് എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചെറിയൊരു പ്രേമത്തിനുള്ള ചാൻസ് അറിയുണ്ട്. അല്ലല്ല, ഞാൻ നിന്റെ ബാക്കിൽ അങ്ങനെ നടക്കല്ല. എന്താ ഇവളെ അച്ഛനും മൂത്തപ്പനെല്ലാം ഉണ്ടല്ലോ, പിന്നെ അവരെല്ലാവരും നല്ല ലോകി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാൻ പാടില്ല. കാരണം ഔദ്യോഗികമായിട്ട് പെണ്ണ് ചോദിക്കണം തീരുമാനിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ ബാക്കപ്പ് പോകുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ രീതിയിലൊന്നും പോയിട്ടില്ല. പക്ഷെങ്കിൽ ഇവള് മിക്കവാറും എന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവലുണ്ട്. അപ്പോ എന്നെ വളച്ചെടുക്കാനുള്ള ശ്രമം ഇവള് ആ സമയത്ത് തുടങ്ങിയെങ്കിലും ഇവള് ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല. ഇവള് പറയും നിങ്ങളാ തന്റെ ബാക്കിൽ വന്നത്, ഇവള് പറയാ. ഞാൻ പറയാ അല്ല, പക്ഷെങ്കിൽ ഇത് സംഭവിച്ചാവുന്നല്ല. നമ്മള് കല്യാണം കഴിഞ്ഞു, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം നമ്മളത് ഒരുപാട് യാത്രകള് കാര്യങ്ങള് ടൂറ് അങ്ങനെ എൻജോയ്. പഠിപ്പ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഈ പഠിപ്പിൻ്റെതാണ് വലിയൊരു കോമഡി. കാരണം ഇവളെ കെട്ടാൻ ഞാൻ പോകുമ്പോൾ തന്നെ ഇവള് മൂത്തമ്മേണ്ട പറഞ്ഞ അറിയാം നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ബൈജു പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞ ഫുൾ ഗ്യാരണ്ടി ഞാൻ പഠിപ്പിക്കാം. കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റഡി ടേബിൾ വാങ്ങിക്കൊടുത്തു, ബുക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിക്കൊടുത്തു. ഇവളോ വന്നിരുന്ന് പഠിക്കും. ഞാൻ വന്ന് വരുന്ന സമയത്ത് ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കാണലുണ്ടേ. എന്നെ കണ്ടോടി പഠിപ്പെല്ലാം ചാടിയിട്ട് ഒരു വ്യക്താണ്. പിന്നെ പഠിക്കുന്ന പരിപാടി ഞാൻ മോളെ പഠിക്കൂ, എനിക്കല്ലേ പഠിക്കണ്ട, പഠിച്ച് ജോലിയിലും വേണ്ടല്ലേ പഠിക്കും. ഇവാള് പഠിപ്പിന്റെ ഒരു പരിപാടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായേ ഇവക്ക് പഠിപ്പിനോടൊന്നും പിന്നെ താല്പര്യമില്ല, വീട്ടുകാരെ നിർബന്ധിച്ച് പഠിപ്പിച്ചു തന്നു. അവയ എങ്ങനെയല്ലോ തട്ടിക്കൂടി ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ഡിഗ്രി പാസ്സായല്ലേ? ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത ഞാൻ ഡിഗ്രി കഴിഞ്ഞില്ല നമ്മള്. എന്നാ പിന്നെ അടുത്ത നോക്കിക്കൂടി പറയുമ്പോഴത്തേക്കുള്ള പറയാം അയ്യോ മതി, അപ്പോഴത്തേക്ക് മതിയായില്ലേ സതി? ഞാൻ സ്റ്റഡി ടേബിളും അത് ഇത് സാധനം വാങ്ങിക്കൊടുത്ത എല്ലാം വേസ്റ്റ്, ഒന്നും വേണ്ടായിരുന്നു. അതോ പഠിപ്പോ ഞാൻ ഗേറ്റിലേക്ക് എത്തുമ്പോ വന്നിട്ട് ബുക്ക് എടുക്കൊന്നിരിക്കും ബോധ്യപ്പെടുത്തുക. അത് കഴിഞ്ഞാടോ എന്നെ കണ്ടോടി പിന്നെ പഠിപ്പില്ല, പിന്നെ വർത്താനായി കടി. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ മോനുണ്ടായി അല്ലേ സതി?
അടുത്ത 2 വർഷം 3 വർഷം ശേഷം അടുത്ത ആളുണ്ടായി. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളെ അച്ചുമോള്. അങ്ങനെ നമ്മള് 5 ആളല്ലേ, ഒരാള് 5 ആളായി മാറിയിട്ടുണ്ട്. അങ്ങനെ ജീവിതം ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു. വലിയ അബദ്ധമോ തട്ടോ മുട്ടോ ഒന്നുമില്ലാണ്ട് ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലേ ശ്രുതി? അപ്പം നമ്മൾ വളത്തമ്പലത ഇവിടെ എത്താനായിട്ടുണ്ട്. അമ്പലത്തിൽ പോയി ഒന്ന് തൊഴണം. പിന്നെ ശ്രുതിക്കെന്തോ വഴിപാട് കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ ദിവസമാണ്, നിനക്ക് വേണ്ടത് എന്താണോ ഒക്കെ നിനക്ക് കഴിപ്പിക്കാം, എന്താ ഭക്ഷണം എല്ലാം കഴിക്കാം, നിനക്ക് ഇഷ്ടമുള്ള എല്ലാം പറഞ്ഞു എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ആദ്യമായിട്ടാണ് മക്കളെ കൂട്ടാണ്ട് പോകുന്നത്. രാവിലെ ഇട്ട് പറയുന്നത് നീ ഇന്ന് കണ്ണൂര് പോണ്ട. ഞാൻ എന്തേ നമുക്ക് അമ്പലത്തിൽ പോവാന്ന്. അവരുടെ മക്കള് വേണ്ടേ, എന്താണ് വേണ്ട, നമുക്ക് രണ്ടാക്കും കൂടി ഇന്ന് നമ്മളെല്ലാ വെഡിങ് ആനിവേഴ്സറി അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ഞാൻ പറയും വൈകുന്നേരം മക്കളെ എന്നിട്ട് പോകുന്ന പറയല്ലേ. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ശ്രുതിയോടെ ഒരു പ്രത്യേക ഇത് നമുക്ക് ഒരുമിച്ചൊന്ന് പോകണ്ടേ ശ്രുതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അമ്പലത്തെ പോക്ക്. ശ്രുതിയാ അത് കേട്ടപ്പോ ശ്രുതിക്ക് നല്ല സന്തോഷമായി. ഓക്കെ, റെഡി. അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നല്ല സുന്ദരമായ വൈബല്ലേ. സത്യം പറയല്ല, സമയം 12 മണിയാണ്. പക്ഷെ ഉണ്ടല്ല, രാവിലെ എണീച്ചു വന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലേ, നല്ലൊരു അന്തരീക്ഷം. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ്, ഇങ്ങനെ ഒരു ഫീലിംഗ് ആദ്യമായിട്ടാ. അപ്പം നമ്മളെ കല്യാണ കഥ കേട്ടല്ല, ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടാ. എന്തായാലും ദൈവാധീനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വിവാഹ വാർഷികത്തിന് നമ്മളിതാ ദൈവത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്, നമ്മളെ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി തേങ്ങ പൊട്ടിക്കലും പരിപാടിയൊക്കെയാണ്. ഇതുണ്ടല്ല, ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടാ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.